ഹായ് ഓൾ, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മളൊരു ഫ്രോക്കാണ് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാൻ പോകുന്നത്. ഒരു ഹെവി ഫ്രോക്കാണ്, ബർത്ത്ഡേക്കെല്ലാം നമ്മൾ യൂസ് ആക്കുന്ന ആ ടൈപ്പിലുള്ള ഒരു ഫ്രോക്കാണ്. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 12 മീറ്റർ നെറ്റ് ക്ലോത്തും 1.5 മീറ്റർ കോട്ടൺ ക്ലോത്തും 1.5 മീറ്റർ സാറ്റിൻ ക്ലോത്തുമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ, എനിക്കതിനുള്ള ടൈമൊന്നും കിട്ടിയില്ലായിരുന്നു. എൻ്റെ മോളുടെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചെയ്തത്. പിന്നെ നമ്മൾ കുറച്ച് ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇതാ സെൻറ്ററിലൊരു സ്റ്റോണും പിന്നെ കൊടുത്തിട്ടുള്ളത് 3mm ബീഡും 4mm ബീഡ്സുമാണ്. ഇത് 5mm ബീഡ്സാണ്. ഹാൻഡ് വർക്കും കൂടി കൊടുത്തപ്പോഴാണ് ഈ ഫ്രോക്കിന് നല്ലൊരു ഭംഗിയായിട്ട് എനിക്ക് തോന്നിയത്. ഞാൻ ബാക്കിൽ ബോ ഒന്നും കൊടുത്തിട്ടില്ല. നിങ്ങൾ ചെയ്യുമ്പോൾ വേണമെങ്കിൽ ബോ എല്ലാം കൊടുത്ത് ഒന്നും കൂടി അടിപൊളിയാക്കാം. ഞാൻ ബോ ഒന്നും കൊടുത്തിട്ടില്ല ചെയ്യുമ്പോൾ. ഇത് ഞാൻ 25 ഇഞ്ച് ടോട്ടൽ ലെങ്ത് വരുന്ന ഫ്രോക്കാണ് കേട്ടോ. ഇതിൻ്റെ ആദ്യത്തെ ലെയർ 17ഉം രണ്ടാമത്തെ ലെയർ 11ഉമാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ യോക്ക് ലെങ്ത് വരുന്നത് 8 ഇഞ്ചാണ്. പിന്നെ നമ്മൾ ഫസ്റ്റ് അവസാനത്തെ ലെയർ 17 ഇഞ്ചും രണ്ടാമത്തെ ലെയർ 11 ഇഞ്ചുമാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഭാഗത്തു നിന്നാണ് 11 ഇഞ്ച് നമ്മൾ എടുത്തിട്ടുള്ളത്. ടോട്ടൽ ലെങ്ത് 25 ആണ്. നമ്മൾ 5 മീറ്റർ ക്ലോത്ത് മടക്കി വെച്ചിട്ടാണ് ഈ 17 ഇഞ്ച് ലെങ്ത്തും 11 ഇഞ്ച് ലെങ്ത്തും ഉള്ള പീസ് കട്ട് ചെയ്തെടുത്തത്. ഇതിന് പ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഏകദേശം 6-7 മീറ്റർ ക്ലോത്ത് യൂസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഫ്രോക്കിൻ്റെ സ്ലീവ് ചെയ്തിട്ടുള്ളത് ഇതുപോലെ ഫ്രില്ലിട്ട് കൊടുത്താണ്. ഇതുപോലെ നല്ല തിക്കായിട്ട് ഫ്രില്ലിട്ട് കൊടുത്ത് നല്ല പഫി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് സ്ലീവ് കണ്ടാൽ തന്നെ എത്ര തിക്കിലാണ് ഫ്രില്ലിട്ട് കൊടുത്തതെന്ന് മനസ്സിലാവും. പിന്നെ യോക്ക് ഭാഗത്തും ചെറുതായിട്ട് ഫ്രില്ലിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഹാൻഡ് വർക്കും കൂടി വന്നപ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു ചെയിന് സ്റ്റോൺ ചെയിൻ ഇവിടെ നെക്കിലായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത്രയാണ് നമ്മളെ ഫ്രോക്കിനെ കുറിച്ച് പറയാനുള്ളത്. സാധാരണ സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് ചിലപ്പോൾ എത്ര മീറ്റർ ക്ലോത്ത് വേണമെന്നൊന്നും അറിയില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. എനിക്കും വളരെ കൺഫ്യൂഷനുള്ളൊരു കാര്യമായിരുന്നു എത്ര മീറ്ററാണ് ക്ലോത്ത് വേണ്ടതെന്ന്. ഞാനും വലിയൊരു സ്റ്റിച്ച് ചെയ്യുന്ന ഒരാളൊന്നും അല്ല. ഇടയ്ക്ക് മോൾക്ക് വേണ്ടി ഇങ്ങനെയുള്ളതൊക്കെ സ്റ്റിച്ച് ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് ഉപകാരം ആയിക്കോട്ടെ എന്ന് വെച്ചാണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഓക്കെ, ബൈ ഓൾ.